ഹലോ ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റോറീസ്. മാധവൻ മുതലാളിയുടെ കാർമുറ്റത്തേക്ക് കയറി വന്നത് ഞാൻ അയാളെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. മുതലാളി ഭക്ഷണമെല്ലാം കൊണ്ടുവന്നിരുന്നു. ശേഷം ഞാനത് പാത്രങ്ങളിലാക്കി എല്ലാം വിളമ്പിക്കൊടുത്തു. പിന്നെ ഒരാഴ്ചത്തോളം മുതലാളി എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ പേര് കമല. ഇപ്പോൾ 38 വയസ്സായി. ഇത് എൻ്റെ വീടാണോ എന്ന് ചോദിച്ചാൽ അല്ല. എനിക്ക് വേറെ വീടില്ലാഞ്ഞിട്ടല്ല ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ എസ്റ്റേറ്റ് ഓണർ മാധവൻ മുതലാളിയുടെ ഈ എസ്റ്റേറ്റ് വീട്ടിലെ വേലക്കാരിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണ്. ഇന്ന് മുതലാളി വരുന്ന ദിവസമായതുകൊണ്ട് വാച്ച്മാൻ പോയിരിക്കുകയാണ്. അല്ലെങ്കിൽ വാച്ച്മാനും ഞാനും മാത്രമേ ഇവിടെ രാത്രി സമയങ്ങളിൽ ഉണ്ടാകാറുള്ളൂ. കാലത്ത് നിറയെ പണിക്കാരുണ്ടാകും. അവർക്ക് വേണ്ടതൊക്കെ ചെയ്യലാണ് എൻ്റെ പണി. മുതലാളി വരുമ്പോൾ ആളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഇന്ന് മുതലാളി വരുന്ന ദിവസമാണ്. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ 2 ദിവസം ഇവിടെ ഉഴുതുമറിച്ചാണ് പോയത്. മുതലാളിക്കാണെങ്കിൽ എല്ലാം വൃത്തിയായിരിക്കണം. എല്ലാ കാര്യങ്ങളും വൃത്തിയോടെ ചെയ്യാനാണ് ആൾക്കിഷ്ടം. ഇല്ലെങ്കിൽ എപ്പോഴായാലും വഴക്ക് പറയും. മുതലാളി രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുകയുള്ളൂ. അപ്പോഴേക്കും റെഡിയാക്കണം. ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. മുതലാളി വരുന്ന ദിവസം എല്ലാം അദ്ദേഹം കൊണ്ടുവരും. ഞാൻ അടുക്കളയ്ക്ക് പോയി ഗ്ലാസും പാത്രങ്ങളും മറ്റും എടുത്തു വെച്ച് റെഡിയാക്കി. ഇനി ഞാൻ കുളിച്ച് റെഡിയാവണം. ഇവിടെ കുളിമുറിയൊക്കെ പുറത്താണ്. തോർത്തെടുത്ത് ഞാൻ കുളിക്കാൻ കയറി. ഓല മറച്ച ഒരു കുളിമുറിയാണത്. എനിക്ക് മെലിഞ്ഞ ശരീരമാണ്. പണ്ട് വാർക്കപ്പണിയായിരുന്നു. അതുകൊണ്ട് നല്ല ആരോഗ്യവുമുണ്ട് ഇപ്പോഴും. ഞാൻ കാണാൻ വലിയ സുന്ദരിയൊന്നുമല്ല, എന്നാൽ ആരും മോശം പറയുകയുമില്ല. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രസ്സെല്ലാം മാറി പാത്രവും ഗ്ലാസും എല്ലാം എടുത്ത് റൂമിൽ വെച്ചു. അദ്ദേഹത്തെ കാത്ത് ഞാൻ വരാന്തയിലിരുന്നു. അങ്ങനെ വരാന്തയിലിരുന്ന് പുറത്തെ നിലാവിനെ നോക്കിയിരുന്നപ്പോഴാണ് പഴയ കാര്യങ്ങളെല്ലാം എൻ്റെ മനസ്സിലേക്ക് കയറി വന്നത്. മേലെപ്പറമ്പിൽ രാഘവൻ നായരുടെ ഭാര്യ കമല എങ്ങനെ ഇവിടെ എത്തിയെന്നത്. 20 വയസ്സുള്ള സമയത്താണ് രാഘവൻ നായരുടെ ആലോചന വരുന്നത്. പഴയ തറവാട്, വലിയ സാമ്പത്തിക സ്ഥിതി ഒന്നുമില്ല. സ്ത്രീധനമായി ഒന്നും തന്നെ ചോദിച്ചില്ല. ആളൊരു പാവം ശുദ്ധൻ. 34 വയസ്സുമുണ്ട്. അതൊക്കെ കൊണ്ട് കല്യാണം വേഗം നടന്നു. കല്യാണത്തിന് ശേഷം പിന്നീടുള്ള കാര്യങ്ങളിലെല്ലാം പുള്ളി ഒരു തണുപ്പും തന്നെയായിരുന്നു. എന്നാലും എൻ്റെ ആ പ്രായത്തിൽ എനിക്ക് അത് ധാരാളമായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിന്നെ 8 കൊല്ലമായി. കുട്ടികളൊന്നുമായില്ല. എന്നാലും വലിയ പ്രശ്നമില്ലാതെ പോകുമായിരുന്നു. ആ സമയത്താണ് രാഘവൻ നായരെ വണ്ടി എടുക്കുന്നത്. നാട്ടുകാരെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. കഴുത്തിന് കീഴ്പോട്ട് തളർന്നു. കയ്യിലുണ്ടായിരുന്ന പണവും സ്വർണവും പോയി. രാഘവൻ നായർ കിടപ്പുമായി. വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പോലും വകയില്ലാതായി. വേറെ ഗതിയില്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിലെ ആശാരി ഗോപിയുടെ ഭാര്യ മീനാക്ഷി അവളുടെ കൂടെ വാർക്കപ്പണിക്ക് പോകാൻ തുടങ്ങി. 8 മുതൽ 5 വരെ നല്ല കട്ടപ്പണിയാണ്. വൈകിട്ടാവുമ്പോൾ വന്ന് കുളിച്ച് നായർക്ക് കഞ്ഞിയും കൊടുത്ത് മീനാക്ഷിയുടെ അടുത്ത് പോയിരിക്കും. അവളുടെ കെട്ടിയവൻ മുഴുകുടിയനാണ്. ഇടയ്ക്കൊക്കെ വീട്ടിൽ വരൂ. ഒരു മകളുള്ളത് അവളുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നു. ഒരു ദിവസം മീനാക്ഷി സുഖമില്ല എന്ന് പറഞ്ഞ് പണിക്ക് വന്നില്ല. വൈകിട്ട് ഞാൻ അവളുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് 2 ദിവസമായപ്പോൾ ഞാൻ അവളോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം, നീ എന്താ കഴിഞ്ഞ ദിവസം പണിക്ക് വരാഞ്ഞേ? എനിക്ക് വയ്യായിരുന്നുടി, അതാ ഞാൻ വരാഞ്ഞേ. ഒന്ന് പോടി, വൈകിട്ട് ഞാൻ വന്നപ്പോൾ കണ്ടല്ലോ, നിനക്കൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. നീ എന്താ കാര്യമെന്ന് പറ. അതെ, നീ ആരോട് പറയരുത്. ഈ വാർക്കപ്പണിക്ക് പോയാൽ കഞ്ഞി കുടിക്കാമെന്നല്ലാതെ വല്ല കാര്യമുണ്ടോ? എൻ്റെ മോളെ പഠിപ്പിക്കാൻ കാശ് വേണം. അതിന് ഒരു ചെറിയ സൈഡ് ബിസിനസ്. വിളിച്ചു പറയടി. തെളിക്കാനൊന്നുമില്ല. ആ ഓട്ടോ ഓടിക്കുന്ന മനോജ് ഇല്ലേ, ഇന്നലെ അവൻ വന്നിരുന്നു. അവൻ പറഞ്ഞു തന്ന ജോലിയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ചെയ്യാം. ഞാൻ രാത്രിയിലാക്കി. നമുക്കതാണല്ലോ സൗകര്യം. ഇപ്പോൾ കാലത്ത് വാർക്കപ്പടിക്ക് പോകാമല്ലോ, അതുകൊണ്ട്. പിന്നെ 2 ദിവസമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയായിരുന്നു. നല്ലപോലെ ഉറക്കം വെച്ചു. അതാ പണിക്ക് വരാഞ്ഞത്. അതൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ നിനക്ക് എങ്ങനെ പറ്റുന്നു? ചെയ്യാതെ എന്ത് ചെയ്യും എൻ്റെ കമലേ? എനിക്ക് ഇതല്ലാതെ വേറെ വഴിയൊന്നും കാണുന്നില്ല. എൻ്റെ കെട്ടിയവൻ്റെ കാര്യം നിനക്കറിയാവുന്നതല്ലേ. അങ്ങേർക്ക് കിട്ടുന്ന കാശൊക്കെ കള്ളു കുടിക്കാനും മാത്രമേ ഉള്ളൂ. വീട്ടിലേക്ക് എന്തെങ്കിലും വേണമെന്നോ ഭാര്യയ്ക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നോ ഒന്നും ഒരു ചിന്തയും അങ്ങേർക്കില്ല. മൂക്കറ്റം കുടിക്കുക, വന്നു കിടന്നുറങ്ങുക. ഭാര്യയ്ക്ക് വേണ്ട ഒരു കടമകളും അങ്ങേര് ഇതുവരെ ചെയ്തിട്ടില്ല. കല്യാണം കഴിഞ്ഞ തൊട്ട് അനുഭവിക്കുന്നതാ. എനിക്ക് മടുത്തു. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മോളെ എനിക്ക് നോക്കണ്ടേ? അവളെ നല്ല രീതിയിൽ എനിക്ക് പഠിപ്പിക്കണം. അതിന് ഈ വഴിയല്ലാതെ എനിക്ക് വേറെ ഒന്നും മുന്നിലില്ല. പിന്നെ എൻ്റെ ആഗ്രഹങ്ങളും നടന്നു പോകും. നിനക്കും എൻ്റെ അതേ അവസ്ഥ തന്നെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിൻ്റെ ഭർത്താവ് കിടപ്പിലായി പോയെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അങ്ങേരെ നോക്കാൻ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി നീ നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റി വയ്ക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഇവർക്ക് പണിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് നിനക്കത് തികയുന്നില്ലെന്നും എനിക്ക് നല്ലപോലെ അറിയാം. നീയും ഇങ്ങനെ എന്തെങ്കിലും നോക്കുക, അതാ നല്ലത്. അയ്യോ, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റില്ല മീനാക്ഷി. അതൊക്കെ നിനക്കിപ്പോൾ തോന്നുന്നതാ. ഞാനും ഇങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ, ആസ്വദിച്ച് തന്നെ. അതുപോലെ തന്നെയാ കമലയ്ക്കും. ചെയ്തു തുടങ്ങിയാൽ അതങ്ങ് ശരിയായിക്കോളും. പിന്നെ നിർത്താനേ സാധിക്കില്ല. നോക്കട്ടെ, ഞാൻ ആലോചിച്ച് പറയാം. നീ ഒരു ദിവസം രാത്രി പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി കാണിച്ചു തരാം. നിനക്ക് കണ്ടുപഠിക്കാമല്ലോ. നീ കണ്ടുപഠിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ അത് ചെയ്യണമെന്ന് നിനക്ക് തന്നെ തോന്നും. അങ്ങനെ ഒരു ദിവസം കമല വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് രാത്രിയിൽ മീനാക്ഷിയുടെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കമല നല്ലപോലെ കണ്ടുപിടിച്ചു. അത് കണ്ടപ്പോൾ അവൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെന്ന് മനസ്സിലായി. അവൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും.
അങ്ങനെ അവൾ അത് ചെയ്യാമെന്ന് താല്പര്യമുണ്ടായി. അങ്ങനെ കമല ആ കാര്യം മീനാക്ഷിയെ അറിയിച്ചു. മീനാക്ഷി കമല ജോലി ശരിയാക്കി കൊടുത്ത ആളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അവളും നല്ലപോലെ കാശുണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല രീതിയിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴാണ് കമലയുടെ ഭർത്താവിന് കുറച്ച് സീരിയസ് ആയത്. പെട്ടെന്ന് തന്നെ വലിയൊരു ഓപ്പറേഷൻ വേണ്ടിവരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ അതിനെക്കുറിച്ച് കുറച്ച് കാശ് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് ഈ പണികൾ കൊണ്ടൊന്നും അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലെന്ന് കമലയ്ക്ക് മനസ്സിലായി. ഒറ്റ ദിവസം കൊണ്ട് ഒരിക്കലും അവൾക്ക് ഇത്ര അധികം പണം കിട്ടുകയില്ല. അതുകൊണ്ട് എന്തെങ്കിലും വലിയ പണി കിട്ടുമോ എന്ന് അവൾക്ക് ജോലി തീർത്ത ആളോട് അവൾ അന്വേഷിച്ചു. അയാൾ അന്വേഷിച്ചു പറയാമെന്ന് പറഞ്ഞെങ്കിലും അവൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. 2 ദിവസം കഴിഞ്ഞ് അയാൾ വന്നു. എന്നിട്ട് മലനാട്ടിലെ മാധവൻ മുതലാളിയെക്കുറിച്ച് പറഞ്ഞു. അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവൾക്ക് കാശുണ്ടാക്കാൻ സാധിക്കുമെന്ന് അവൾ മനസ്സിലാക്കി. എന്നാൽ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കുറച്ചുനാൾ നിൽക്കേണ്ടി വരും അവളുടെ എസ്റ്റേറ്റിൽ. അതുകൊണ്ട് ഭർത്താവിൻ്റെ കാര്യത്തിനെക്കുറിച്ച് അവൾ ആലോചിച്ച് വിഷമിച്ചു. അവൾ മീനാക്ഷിയുമായി ആ കാര്യത്തെക്കുറിച്ച് ആലോചിച്ചപ്പോൾ മീനാക്ഷി അതിനൊരു വഴി കണ്ടെത്തി കൊടുത്തു. കമലയുടെ ഭർത്താവിനെ നോക്കാൻ ഒരാളെ നിർത്തണമെന്ന് മീനാക്ഷി പറഞ്ഞു. അങ്ങനെ ഭർത്താവിനെ നോക്കാൻ ഒരാളെ ഏൽപ്പിച്ച് ഞാൻ ആ മാധവൻ മുതലാളിയുടെ എസ്റ്റേറ്റിലേക്ക് തിരിച്ചു. അവിടെ നിന്ന് കുറച്ച് ദിവസം ജോലിയെടുത്തപ്പോൾ തന്നെ എനിക്ക് നല്ലപോലെ കാശ് കിട്ടി. ആ കാശ് കൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ ഓപ്പറേഷൻ നടത്തി. എൻ്റെ ജോലികളെല്ലാം ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാധവൻ മുതലാളി എനിക്ക് ആവശ്യങ്ങൾക്കനുസരിച്ച് എല്ലാം ചെയ്തു തന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭർത്താവിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. എന്നാൽ ഇവിടുത്തെ ജോലി പിന്നെ വിട്ടുവരാൻ എനിക്ക് സാധിച്ചില്ല. എനിക്ക് ഇവിടെ നല്ലപോലെ ഇഷ്ടപ്പെടുകയും എൻ്റെ ജോലികളെല്ലാം നല്ലപോലെ ഞാൻ ചെയ്യുകയും ചെയ്തതുകൊണ്ട് മാധവൻ മുതലാളി എന്നോട് അവിടെ തന്നെ നിൽക്കാനും ആവശ്യപ്പെട്ടു. എന്നെ ഇത്രയധികം സഹായിച്ച ഒരാളായതുകൊണ്ട് ആ വാക്ക് തട്ടാനും എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ ആ എസ്റ്റേറ്റിലെ വേലക്കാരിയായി അവിടെ എത്തിയത്. അങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് മാധവൻ മുതലാളിയുടെ കാർമുറ്റത്തേക്ക് കയറി വന്നത്. ഞാൻ അയാളെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. മുതലാളി ഭക്ഷണമെല്ലാം കൊണ്ടുവന്നിരുന്നു. ശേഷം ഞാനത് പാത്രങ്ങളിലാക്കി എല്ലാം വിളമ്പിക്കൊടുത്തു. പിന്നെ ഒരാഴ്ചത്തോളം മുതലാളി എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് പോകാനായി നിന്നപ്പോൾ മാധവൻ മുതലാളിയോട് പറഞ്ഞു, ഇനി നീ നിൻ്റെ വീട്ടിൽ പോയിക്കോളൂ. നിൻ്റെ ഭർത്താവിനെ നീയല്ലാതെ വേറെ ആരുമില്ലല്ലോ. നീ മാത്രമല്ലേ ഉള്ളൂ. ഈ പ്രായത്തിൽ ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ ചെന്ന് അവിടെ സന്തോഷമായി ജീവിക്കൂ. നിനക്ക് വേണ്ടതെല്ലാം അകത്തൊരു ബാഗിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ സുഖമായി ജീവിക്കാൻ അത് ധാരാളം മതിയാകും. ഇത്രകാലം നീ ഇവിടെ നിന്ന് ചെയ്ത എല്ലാ ജോലികൾക്കും വേണ്ടിയുള്ള എൻ്റെ ഒരു സമ്മാനമാണിത്. അത് കേട്ടപ്പോൾ മാധവൻ മുതലാളിയോട് ഞാൻ നന്ദി പറഞ്ഞു. പിന്നെ ഞാൻ സന്തോഷത്തോടെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് ഞാൻ ഭർത്താവിനോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ മോട്ടിവേഷണൽ സ്റ്റോറി എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. പുതിയ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ ഫ്രണ്ട്സ്.